നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ പരമശിവന്റെ സാക്ഷാൽ മഹാദേവന്റെ ശക്തമായ സന്ദേശം തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കരുത് എന്നതാണ് വാസ്തവം. കാരണം ഇത് ഭഗവാൻ നിങ്ങൾക്കായി പരാമർശിക്കുന്നതായ ചില കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ ഈ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം പരമശിവനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം. ആദ്യം നെഗറ്റീവായ ഊർജങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ, ടെൻഷൻ എല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ ശാന്തമായി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിമിഷം പരമശിവനെ വന്ദിക്കൂ. ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഭഗവാന് മുന്നിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ, പറഞ്ഞിട്ടുള്ളതായ സങ്കടങ്ങൾ, അതും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ തന്നെ പല വിധത്തിലും നിങ്ങൾ സംസാരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് കുതിക്കുവാൻ സഹായകരമായ സാഹചര്യങ്ങളുണ്ട്. അതിനുള്ള ഒരു ശബ്ദം നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിൽ നിന്ന് തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തകളെയും പ്രവൃത്തികളെയും ഏകോപിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പലപ്പോഴും പലർക്കു മുൻപിലും വെളിപ്പെട്ടിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ പല കാര്യങ്ങളിലും അതൊരു തീരുമാനമാകാം, അല്ലെങ്കിൽ വളരെ ചിന്തിച്ചെടുത്ത തീരുമാനങ്ങളിൽ പോലും ഇത്തരം ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകൾ അത്തരം കാര്യങ്ങളിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്നതിന് കാരണമായി തീരാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ശബ്ദം ദൈവാംശമായ ആത്മാവ് കൂടി ഉൾപ്പെടുന്നതായ ആ ശബ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളിലും ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ, നിങ്ങൾക്കെതിരാകുമോ കാര്യങ്ങൾ എന്ന ചിന്ത പോലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. ഇത് മൂലമോ അല്ലാതെയോ ചില വ്യക്തികൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും നെഗറ്റീവായ ചിന്തകൾ, ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിന്തകൾ പോലും അത് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. അതായത് പോസിറ്റീവായ ഊർജത്തിന് സ്ഥാനമില്ലാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ച് പോകുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതൊരു വലിയ അപകടം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. പല വിധത്തിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തമായ സൂചന ലഭിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് അത് ചിന്തകളാണ് എന്നുള്ളതാണ്. എന്നാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സൂചനകൾ തന്നെയാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു.
ഈ സമയം പല വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യങ്ങളും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാല പരാജയങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അതുപോലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ആയുധമാക്കി പലരും മാറ്റുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടതല്ല, പരാജയപ്പെടുത്തിയതാണ് പലരും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതായ കാര്യം, നിങ്ങൾ വളരെ അറിവ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ദൈവാംശമായ ആത്മാവ് നൽകുന്ന പല സന്ദേശങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ഭയമാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമീപനം മോശമാക്കുന്നത് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമീപിക്കുവാൻ, അതായത് കൃത്യമായി തന്നെ ആ കാര്യങ്ങളെ സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. ഭയം അതിനൊരു കാരണം തന്നെയാണ്. പല കാര്യങ്ങളിലും സംശയങ്ങൾ നിറയുന്നതായ സാഹചര്യം. എന്നാൽ ദൈവാംശമായ ആത്മാവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. ഈ സമയം നഷ്ടങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാം എങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നൽകുന്നതായ മുന്നറിയിപ്പുകൾ നിങ്ങൾ ഒരിക്കലും അത് വേണ്ട എന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതായ സാഹചര്യമുണ്ട്. മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതിൻ്റെ വിഷമം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ യഥാർത്ഥ സത്വം യഥാർത്ഥ സ്വത്വം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപം കടന്നു വരുന്ന, അതായത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ശക്തി അത് നിങ്ങൾക്ക് പലപ്പോഴും ഊർജമായി മാറിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭയത്തിൻ്റെയും അതേപോലെ തന്നെ സംശയത്തിൻ്റെയും അത്തരം ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾക്ക് ഒരു തടസ്സം, വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളിലേക്ക് പകർന്ന് ലഭിക്കുന്നതായ ആ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വഴിത്തിരിവുകൾ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് കാവലായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുവരെ നിങ്ങൾ ഒഴുക്കിയിട്ടുള്ളതായ ആ കണ്ണുനീരിനും ഭഗവാന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾക്കും ആത്യന്തികമായ ഒരു മറുപടി തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഉണർവ് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ഉണർവ് അത് ആത്മീയപരമായ ഉണർവ് പോലും ആകാം എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾക്ക് ഒരു തുടക്കം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തികൾ, അദൃശ്യമായ ശക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അതിശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സാഹചര്യം. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഹൃദയം കൊണ്ട് ഈ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആകില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ കണ്ണീരാണ് എങ്കിലും, അത് നിരാശയാണ് എങ്കിലും, തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാറ്റത്തിനുള്ള അവസരങ്ങൾ കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു അടിത്തറ ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ഒരു പരിവർത്തനത്തിലേക്ക് കടക്കുന്നതായ സാഹചര്യമുണ്ട്.
നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ തീർച്ചയായും വളരെ ശക്തരാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാൻ പോവുകയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കണ്ടിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ രക്ഷയ്ക്കായി ആ ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആ ശുഭ ഊർജത്തെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചൈതന്യവും അതിവിശുദ്ധമായ സന്തോഷകരമായ കാര്യങ്ങളും അല്ലെങ്കിൽ സന്തോഷം നിറയ്ക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുണ്ടു അഥവാ അന്ധകാരം കൊണ്ട് മറഞ്ഞിരുന്നതായ പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് മുൻപിൽ ഒരു പുതിയ അവസരം, ഒരു പുതിയ വിധി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും സമയമായി എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളെയും നിങ്ങൾ ശുദ്ധമാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഉണർത്തേണ്ടതായ സാഹചര്യമുണ്ട്. അതായത് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കി പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കണം എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ തകരുവാനുള്ള ഒരു ശ്രമമായിരുന്നില്ല അത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പരിശ്രമങ്ങളിലൂടെ, ഈ ശ്രമങ്ങളിലൂടെ അത് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് വാസ്തവമാണ്. പല വിധത്തിലും നിങ്ങളുടെ മുന്നിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആത്മീയപരമായ കരുത്ത് നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കൂ. അതായത് ശക്തിയോടെ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അത് സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ ആ ഭാരങ്ങൾ, ചിന്തകൾ, അത് കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും, സംശയങ്ങളാണ് എങ്കിലും അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്നേക്കുമായി നിങ്ങൾ അത്തരം ചിന്തകൾ, നിങ്ങൾക്ക് ദോഷമായി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ എന്നേക്കുമായി ഒഴിവാക്കി നിങ്ങൾ ആ ചൈതന്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഹൃദയത്തെ ശൂന്യമാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ഈശ്വരാനുഗ്രഹം, ദൈവികാനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം, അത് നിങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുവാൻ ഇത് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാതിരിക്കുമ്പോൾ, അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഭയത്തെ തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങൾ നിങ്ങളെ തളർച്ചയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പഴയ തളർച്ച അത് നിങ്ങൾക്കിനി ആവശ്യമുള്ള കാര്യമല്ല. പരാജയങ്ങൾ നിങ്ങളെ കരുത്തരാക്കുകയും പല കാര്യങ്ങളിലും പുതിയ പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഈ സമയം നിങ്ങൾ നിർഭയമായി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി മാറുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഏത് കാര്യങ്ങളും നിങ്ങൾ തരണം ചെയ്യുവാൻ ശക്തരായി മാറുകയും ചെയ്യണം. എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. അതായത് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതായ ആ ആന്തരികമായ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾക്ക് ഉണർവ് ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. നിങ്ങളുടെ കാഴ്ചകൾക്ക് മാറ്റം സംഭവിക്കും. പുറം ലോകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരാം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ഇതുവരെ ഉപയോഗിക്കാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ ശക്തി തന്നെയാണ്. നിങ്ങളുടെ ധൈര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം നഷ്ടപ്പെടാൻ, അതായത് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടപ്പെടലുകൾക്കും കാരണമായിട്ടുണ്ട്. അതിനാൽ ഹൃദയം കൊണ്ട് നിങ്ങൾ ധൈര്യം സംഭരിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും പതർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാലുകൾ പോലും പല അവസരങ്ങളിലും പതറിപ്പോയതായ സാഹചര്യമുണ്ട്. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. വിജയ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരമമായ സത്യം അത് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഈ സമയം നിങ്ങൾ ശക്തരല്ല, അതല്ല, നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇരകളായി മാറിയവരാണ് എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളിലും, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ പോലും ഈശ്വരന്റെ അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷമുണ്ടാകും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനമാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഈ സമയം പൂർണ്ണമായ നിയന്ത്രണം അനിവാര്യമായിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ നിയന്ത്രണം തിരിച്ച് ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പകുതിയിൽ അവസാനിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളിലുള്ള ആ വിശ്വാസം തന്നെയാണ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യോഗ്യതയായി കണക്കാക്കുവാൻ സാധിക്കുക. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ആത്മശക്തി അത് ഉണർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം മുഴുവൻ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കും എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാനോടുള്ള ആ അചഞ്ചലമായ ഭക്തി തന്നെയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അത് നിങ്ങളെ മറ്റുള്ളവർക്ക് തോൽപ്പിക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങളെ ശക്തരാക്കി തീർക്കും എന്നതാണ് വാസ്തവം. പലർക്കും അക്ഷമ നേരിട്ടു എന്ന് വരാം. അതായത് നിങ്ങളെ പരാജയപ്പെടുത്തണം എന്ന ചിന്ത അവരിലുള്ള ക്ഷമ നശിപ്പിക്കും എന്നുള്ളതാണ്. എന്നാൽ അവരിൽ നിന്നും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പകർന്നു നൽകുമ്പോൾ അതിൽ നിങ്ങൾ നിരാശരാകാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ മുൻപത്തെ പോലെ വീണു പോകാൻ പാടുള്ളതല്ല. നിഷ്ക്രിയരാകാതെ നിങ്ങൾ ശക്തരായി തന്നെ പ്രവർത്തിക്കണം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുക. ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ.